നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സെക്ഷ്വാലിറ്റിയെക്കുറിച്ചാണ്. സെക്ഷ്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു സെയിം സെക്സുമായിട്ട് ബന്ധപ്പെടുന്നതിനെയാണ് ഹോമോസെക്ഷൽ എന്ന് പറയുന്നത്. രണ്ട് വ്യത്യസ്ത സെക്സുമായിട്ട് ബന്ധപ്പെടുന്നതിനെ ഹെറ്ററോസെക്ഷൽ എന്ന് പറയുന്നു. ഈ LGBTIQA+ അതാണ് ഈ ഒരു വിഭാഗത്തിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ L എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ എന്ന് പറയുമ്പോൾ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിനെ അല്ലെങ്കിൽ സെക്ഷുവലായിട്ടുള്ള അടുപ്പത്തിനെയാണ് L എന്ന് പറയുന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ G എന്ന് പറഞ്ഞാൽ ഗേ എന്ന് പറയുന്നത് രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള ബന്ധത്തിനെയാണ്. രണ്ട് പുരുഷന്മാരെ കുറിച്ച് ബന്ധത്തിനെയാണ് ഗേ സെക്സ് എന്ന് പറയുന്നത്. ബൈസെക്ഷൽ എന്ന് പറയുന്നത് അവർക്ക് സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുപോലെ അട്രാക്ഷൻ തോന്നുകയും അവർ സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഇതിലൊരു ജെൻഡറാണ്, അതിനൊരു സെപ്പറേഷൻ തന്നെ ഉണ്ട്. ക്വിയർ എന്ന് പറയുന്നത് ഈ വിഭാഗങ്ങളെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പദമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. I എന്ന് പറഞ്ഞാൽ ഇന്റർസെക്സ് എന്ന് പറയുന്നത് രണ്ട് ജനറ്റിക്കൽ ഓർഗനായിട്ടോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളായിട്ടോ കാണപ്പെടുന്നവരെയാണ് ഇന്റർസെക്സ് എന്ന് പറയുന്നത്. ഇന്റർസെക്സായി ജനിക്കുന്ന കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ അനുമതി കൂടാതെ അവരുടെ ലൈംഗിക അവയവങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരം ഇല്ല. അവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷം അവർക്ക് ഏത് സെക്ഷൽ ഓർഗനാണോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് അതിനെ നിലനിർത്തുകയും യൂസ്ഫുൾ അല്ലാത്തതിനെ മാറ്റി കളയുകയാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അല്ലെങ്കിൽ അത്തരം കുട്ടികൾക്ക് വളരെയധികം ശാരീരികവും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട്. ഇന്റർസെക്സായ കുട്ടികൾക്ക് കൂടുതൽ പ്രോബ്ലം അവരുടെ ലൈംഗികാവയവുമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അറിവില്ലാത്ത പല ഡോക്ടർമാരും അതിന് പലതരത്തിലാണ് സർജറി ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഇനി അസെക്ഷലാണ്. എന്ന് പറഞ്ഞാൽ അസെക്ഷൽ വരുന്നത് അവർക്ക് ആരോടും പ്രത്യേകിച്ച് യാതൊരു താല്പര്യവും കാണിക്കാത്തവരാണ്. മാനസികമായിട്ട് അവർക്ക് അടുപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായി പറയാൻ സാധിച്ചില്ലെങ്കിലും അവർ പൊതുവെ ഒരാളുമായിട്ടും മിംഗ്ലിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ സെക്ഷുവലായിട്ട് അടുക്കപ്പെടാനോ അവരാഗ്രഹിക്കുന്നില്ല. പ്ലസ് എന്ന് പറഞ്ഞാൽ വരുന്നത് അതിൽ ഒരുപാട് വിഭാഗങ്ങൾ വരുന്നുണ്ട്. ജെൻഡർ മൈനോറിറ്റിയിൽപ്പെട്ടത് തന്നെ വരുന്നുണ്ട്. ജെൻഡർ നോൺ ബൈനറി, അതുപോലെ ജെൻഡർ ഫ്ലൂയിഡ്, അങ്ങനെ പല വിധത്തിൽപ്പെടുന്നവരും വരുന്ന ഒരു വിഭാഗമാണ് ഈ പ്ലസ് എന്നിട്ടിട്ട് എഴുതുന്നത്. ഞാൻ ഇന്ന് ഈ സെക്ഷ്വാലിറ്റിയെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവരോടും നന്ദിയും സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദിയും സന്തോഷം അറിയിച്ചുകൊള്ളുന്നു.